നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്രീഷ്മ മോഡൽ കൊലപാതകം വീണ്ടും കേരളത്തിൽ കോതമംഗലത്ത് നടന്നത് ഏറെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സമാനമായിട്ട് ഗ്രീഷ്മ ഷാരോൺ എന്ന് പറയുന്ന തന്റെ സുഹൃത്തിനെ കഷായത്തിൽ കീടനാശിനി കലക്കി കൊടുത്തതുപോലെയായിരുന്നു അദീന എന്ന് പറയുന്ന കോതമംഗലത്തുള്ള യുവതിയും തന്റെ ആൺ സുഹൃത്തായിട്ടുള്ള അൻസിലിനെ കൊലപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നത്. അന്ന് എല്ലാവരും സംശയിച്ചതുപോലെ പുറത്തു വന്നിരുന്നത് വെള്ളത്തിലായിരുന്നു അദീന ഇത്തരത്തിൽ പാരാക്വിറ്റ് എന്ന് പറയുന്ന കളനാശിനി കലർത്തി കൊടുത്തത് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു നിർണായകമായിട്ടുള്ള വിവരമാണ് ഈ ഒരു കേസിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദീന ആൺസുഹൃത്ത് അൻസിലിനെ കൊലപ്പെടുത്തിയത് റെഡ്ബുള്ളിൽ പാരാക്വിറ്റ് കളനാശിനി കലർത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദീനയുടെ വീട്ടിൽ നിന്നും എനർജി ഡ്രിങ്കായ റെഡ്ബുള്ളിന്റെ ക്യാനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അൻസിൽ സ്ഥിരമായി റെഡ്ബുൾ കുടിക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു കൊലപാതകം. കൃത്യം നടത്താൻ അദീനയെ മറ്റാരും സഹായിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. പ്രതി അദീന ഇക്കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. കളനാശിനി നൽകിയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. റെഡ്ബുള്ളിന്റെ ക്യാനുകൾ മാത്രമല്ല, മറ്റ് നിർണായക തെളിവുകളും അദീനയുടെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ 2 മാസത്തോളം നീണ്ട ആസൂത്രണം നടന്നുവെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. നിരന്തരം ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ അദീന അൻസിലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അൻസിൽ അദീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇതോടെ സുഹൃത്തിനെ വിളിച്ചറിയിച്ച് ഇയാൾ മുഖേനയാണ് അൻസിലിനെ വീട്ടിലെത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു. തെളിവുകൾ നശിപ്പിക്കാൻ ആരും അദീനയെ സഹായിച്ചിരുന്നില്ല. വീട്ടിലെ CCTV നശിപ്പിച്ചതും ഒറ്റയ്ക്കായിരുന്നു. നിലവിൽ തെളിവെടുപ്പ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും വെള്ളത്തിലല്ല, റെഡ്ബുൾ സ്ഥിരമായിട്ട് അൻസിൽ കുടിക്കുമായിരുന്ന റെഡ്ബുള്ളിലാണ് ഇത്തരത്തിൽ കളനാശിനി പാരാക്വിറ്റ് എന്ന് പറയുന്ന കളനാശിനി കലക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഗ്രീഷ്മ ഇത്തരത്തിൽ പലതവണ ജ്യൂസിൽ ഇത്തരത്തിൽ ഇത് കലക്കി കുടിക്കാൻ കൊടുത്തിരുന്നെങ്കിലും അതൊന്നും തന്നെ വിജയിക്കാതെ വന്നതോടെ ഗ്രീഷ്മയും സമാനമായിട്ടുള്ള രീതിയിൽ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് കഷായത്തിൽ, താനും കുടിച്ചിരുന്ന കഷായമാണ് ഇത്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കഷായത്തിൽ ഇത്തരത്തിൽ കളനാശിനി കലക്കി കൊടുത്തത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയതും ഷാരോൺ ഛർദ്ദിക്കുകയായിരുന്നു. പിന്നീടാണ് സ്ഥിതി ായപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത്. തുടക്കത്തിൽ ഒന്നും തന്നെ എന്താണ് ഈ ഒരു ഇത്തരത്തിൽ ശരീരം ക്ഷീണിതനാകുന്നതിന് പിന്നിലെന്നും ഡോക്ടർമാർക്കടക്കം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീടാണ് ഇത്തരത്തിൽ ഈ കളനാശിനി കഷായത്തിൽ കലക്കി നൽകിയതാണ് മരണത്തിന് കാരണമെന്ന് മനസ്സിലായത്. ഷാരോൺ കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് മരണപ്പെട്ടത്. എന്നാൽ ഇവിടെ അൻസിൽ പിറ്റേ ദിവസം തന്നെ 24 മണിക്കൂർ പോലും തികയാതെ അപ്പോഴേക്കും അൻസിൽ മരണമടയുകയായിരുന്നു. അൻസിൽ മരിച്ചെന്നാണ് അദീന കരുതിയത്. അതായത് വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ ഇത് കൊടുത്തു. ഒരു ആത്മഹത്യ നാടകമാണ് അദീന അവിടെ പറഞ്ഞു പൊലിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അദീന തന്നെയാണ് വീട്ടുകാരെയൊക്കെ തന്നെ വിളിക്കുകയും ചെയ്തു. ഭാര്യയെയും വിളിച്ചു, പോലീസിനെയും വിളിച്ചു, ആംബുലൻസ് ഒക്കെ വിളിച്ച് ഇത്തരത്തിൽ അൻസിൽ തന്റെ വീട്ടിലെത്തി ഒരു ആത്മഹത്യ നാടകം ഇത്തരത്തിൽ വിഷം കഴിച്ച് നടത്തിയെന്നാണ് അദീന പറഞ്ഞത്. പക്ഷേ അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക വഴിയാണ് ആംബുലൻസിൽ വെച്ച് അൻസിലിന് ബോധം വരികയും തൊട്ടപ്പുറത്തിരുന്ന സുഹൃത്തിനോട് അവൾ ചതിച്ചു, അവൾ വെള്ളത്തിൽ എനിക്ക് ഏതോ കീടനാശിനി അല്ലെങ്കിൽ വെള്ളത്തിൽ എനിക്ക് വിഷം കലക്കി തന്നു എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു മൊഴി നൽകിയത്. അതിനുശേഷം ആശുപത്രിയിലെത്തി കുറച്ച് മണിക്കൂറുകൾ ഇത്തരത്തിൽ അതിഗുരുതരമായിട്ട് ആശുപത്രിയിൽ കിടക്കുകയും അതിനുശേഷമാണ് അൻസിൽ മരണമടയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ അദീനയെ കോടതിയിൽ ഹാജരാക്കും. സാമ്പത്തിക തർക്കങ്ങളും പുതിയ കാമുകനെ കിട്ടിയതുമാണ് അൻസിലിനെ ഇല്ലാതാക്കാൻ അദീന തീരുമാനിച്ചതിന് പിന്നിലെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ പ്രണയം ഹോബിയാക്കിയ അദീനയ്ക്ക് നിരവധി യുവാക്കളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളിൽ ചിലർ പറയുന്നത്. കോളേജ് പഠനകാലത്ത് കാമുകൻ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചെന്ന് കാട്ടി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കോതമംഗലം അൻസിൽ കൊലപാതകത്തിൽ പ്രതി അദീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായിട്ട് ആരുടെയും സഹായമില്ലാതെ കൃത്യമായി തന്നെ അദീന ഒറ്റയ്ക്ക് ഒരു ഗൂഢാലോചന തയ്യാറാക്കിയതിനു ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് എല്ലാം തന്നെ അദീന തനിയെ ചെയ്യുകയായിരുന്നു. 2 മാസം മുമ്പേ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അദീനയുടെ മൊഴി. പുതിയൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അൻസിലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദീന ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കുകയും കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തും മുമ്പേ വീട്ടിലെ CCTVയുടെ DVR അദീന എടുത്തു മാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു. അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ 31 പുലർച്ചെയാണ് അൻസിൽ എത്തിയത്. കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ റെഡ്ബുൾ എടുത്തു നൽകുകയും അതിൽ ഈ പാരാക്വിറ്റ് എന്ന് പറയുന്ന കീടനാശിനി കലർത്തി
നടത്തുകയും ചെയ്തത്. വിഷമകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. അദീനയും ഒപ്പമുണ്ടായിരുന്നു. അദീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം എന്നാണ് അദീന പോലീസിനോട് വീട്ടുകാരോട് പറഞ്ഞത്. പക്ഷേ ബന്ധുക്കളെത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആ പോകുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായി സുഹൃത്തിനോട് പറഞ്ഞത്. ചികിത്സയിലിരിക്കെ 31-ന് രാത്രിയാണ് അൻസിൽ മരിച്ചത്. ടിപ്പർ ഡ്രൈവറായ അൻസിലും അദീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇയാൾ വിവാഹിതനും 2 മക്കളുടെ പിതാവുമാണ്. അദീന അവിവാഹിതയാണ്. അദീന വിഷം നൽകിയെന്ന ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് വഴിത്തിരിവായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കൊലപാതകമെന്നാണ് അദീന പോലീസിന് നൽകിയ മൊഴി. 2 മാസം മുമ്പ് അൻസിൽ മർദ്ദിച്ചതായി കോതമംഗലം പോലീസിൽ അദീന പരാതിയും നൽകിയിരുന്നു. ഈ കേസ് 2 ആഴ്ച മുമ്പ് അദീന പിൻവലിച്ചു. പണം നൽകാമെന്ന് അൻസിലിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചത്. എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടായി. തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അൻസിലിന്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായിട്ടാണ് വിവരം. ഏതായാലും ഇനി കൂടുതൽ അദീനയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ഇത് മാത്രമായിരുന്നു ലക്ഷ്യം, മറ്റെന്തെങ്കിലും കൊലപാതകം, ഇനി അൻസിലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും പീഡനങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവമോ മറ്റുമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. പൊതുവെ ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന അദീന. ഈ സുഹൃത്തായിട്ട് അൻസിലുമായിട്ട് ബന്ധമുണ്ടായിരുന്നതൊക്കെ കുറച്ച് പേർക്ക് അറിയാം. പലപ്പോഴും വീട്ടിൽ വന്നിട്ടുള്ളതും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലേക്ക് പോകാനായിട്ട് അൻസിലിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൊലപാതക ശ്രമം അദീന പദ്ധതി തയ്യാറാക്കുകയും ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു ദിവസം മാത്രമാണ് അൻസിൽ ഈ ഒരു കളനാശിനി കലക്കിയിട്ടുള്ള ഒരു റെഡ് ബുൾ കുടിച്ചതിന് ശേഷം ജീവിച്ചിരുന്നത്. ഇത് ഗ്രീഷ്മ ചെയ്തിട്ടുള്ള സമാനമായിട്ടുള്ള രീതിയിലുള്ള കൊലപാതകം തന്നെയാണ് ഇവിടെയും അദീന ചെയ്തിരിക്കുന്നത്. അതിന്റെ തെളിവുകളൊക്കെ തന്നെ അദീനയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു കളനാശിനിയുടെ കുപ്പിയും അതുപോലെ തന്നെ റെഡ് ബുളിന്റെ ക്യാനുകളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അദീന നശിപ്പിക്കുകയായിരുന്നു. അത് വീണ്ടെടുക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അദീനയുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ അൻസിലിന്റെ മൊബൈൽ ഫോണും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൽ നിന്നും ഏറെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്.